ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് ലിമയിലാണ്, പെറുവിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലിമ. സോ ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ വെയിലാണ് കാണുന്നത്. സമ്മറിൽ മാത്രമാണ് വെയിൽ ഉണ്ടാവാറുള്ളൂ. സാധാരണ ഇങ്ങനെ വിന്റർ ടൈമിൽ വെയിലൊന്നും വരാറില്ല. ഇന്ന് വെയിൽ വന്നപ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് എനർജി. മറ്റേത് ഭയങ്കര ഒരു ഡിപ്രസിങ് വെതറും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് രാവിലെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നല്ല വെയിലെല്ലാം വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. സോ ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടെ ഞാൻ ഹോസ്റ്റലിൽ പേ ചെയ്തിട്ട് ഇന്നും കൂടെ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്രസീലിൻ്റെ എംബസി പോയി ഒന്നും കൂടെ. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ആ ഒരു മെയിൽ ID കണ്ടിട്ട് അതിലേക്ക് മെയിൽ അയക്കാനാണ് പറഞ്ഞത്. ഞാൻ പല എംബസിയിലേക്കും മെയിൽ ചെയ്തിട്ട് എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഹോസ്റ്റലിലേക്ക് പോയിട്ട് നോക്കട്ടെ അവർ മെയിൽ അയച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുമോ എന്നുള്ളത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓരോ വിസയും കിട്ടാനായിട്ട്. ഞാൻ എന്നിട്ട് ഗുയാനേൻ്റെ വിസ എംബസിയിൽ പോകാൻ പറഞ്ഞിട്ട് ChatGPTയിലും ഗൂഗിളിലും നോക്കിയിട്ട് ഞാൻ പോയപ്പോൾ അവിടെ അഡ്രസ്സേ ഇല്ല. അവിടെ കൊളംബിയൻ്റെ എംബസി ഉള്ളത്, ഗുയാനേൻ്റെ എംബസി കാണുന്നില്ല. പിന്നെ ഞാൻ വെനിസുലേൻ്റെ നോക്കി, പക്ഷെ വെനിസുലേൻ്റെ പനാമയെന്നോ അല്ലെങ്കിൽ കൊളംബിയെന്നോ ആണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവിടെ പക്ഷെ പോയിട്ട് അതും അവിടെ അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ലായിരുന്നു ഗുയാനേൻ്റെ. വെനിസുലേൻ്റെ വെരി ഫാറാണ്. സോ അതുകൊണ്ട് അതും ഞാൻ നോക്കിയില്ല. തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. ഈ ലിമയുടെ സിറ്റീൻ്റെ പല ഭാഗങ്ങളും കാണാൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് യൂഷ്വലി എനിക്കിഷ്ടമല്ല അങ്ങനെ സിറ്റി, പക്ഷേ ഇവിടെ കാണാനൊക്കെ അത്യാവശ്യം നൈസാണ്. പിന്നെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു വെതറായിരുന്നെങ്കിൽ നൈസായേനെ. പക്ഷേ ഇത് ആകെ കുറച്ച് സമയത്തിനേ ഉണ്ടാവുള്ളൂ. ഇന്ന് മാത്രമാണ് ഇങ്ങനൊരു വെതർ വന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം പോയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യണം. എഡിറ്റെല്ലാം ചെയ്തിട്ട് ഞാൻ ഇന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് എപ്പിസോഡ് തന്നെ എനിക്ക് ഒന്നൊരു 4-5 ദിവസത്തെ വീഡിയോ കണ്ട ഞാൻ ഒരു എപ്പിസോഡാക്കി ഇട്ടത്. എല്ലാ കാര്യവും നമ്മൾ വീഡിയോ ആക്കി ഇടൂലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ടൈമിലും വീഡിയോ എടുക്കാനും അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവില്ല. അങ്ങനെ നല്ല ഓക്കെ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൈൻഡ് ആകുമ്പോഴാണ് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ആമസോൺ ഫോറസ്റ്റ് അടിപൊളിയായിരുന്നു. അവിടെ നിൽക്കണമെങ്കിലെല്ലാം ഒരുപാട് പൈസയാവും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാമായിരുന്നു. സ്റ്റിൽ ഞാനിങ്ങനെ ആ ഏരിയയിലേക്കൊക്കെ പോയാലോ എന്നിങ്ങനെ ആലോചിച്ച് വീണ്ടും കൺഫ്യൂസ്ഡായി. ചിലെ പോകണോ? ബൊലീവിയ എന്തായാലും ഇപ്പോൾ പോകുന്നില്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ചിലെ പോകണോ അതോ പെറുവിൽ കുറേ ദിവസം നിൽക്കുന്നോ? പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പെറുവിലേക്ക്. സോ നമ്മൾ ഒരുമിച്ചാണ് മാച്ചു പിച്ചു ട്രക്കിംഗ് അല്ല, ട്രെയിനാണ് എടുത്തിട്ട് പോകുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ്, പക്ഷേ വേൾഡ് വണ്ടർ ആയതുകൊണ്ട് എന്തായാലും വൺ ടൈം പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ച് അതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആള് വരാൻ കുറേ ദിവസം എടുക്കും. ഓഗസ്റ്റ് 21 എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ പെറു എക്സ്പ്ലോർ ചെയ്യണോ, ചിലെ പോകണോ? ചിലെല്ലാം വെരി ഫാർ ആൻഡ് വെരി എക്സ്പെൻസീവ്. രാവിലെ തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ട്. ഹായ്, ¿cómo estás? Bien. ¿Cómo te llamas? ആഞ്ചലോ. ഏഞ്ചലോ അങ്ങനെ പറയാം. ഏഞ്ചൽ പിന്നെ ഓ, അതാണ് സ്പെല്ലിങ്. ഏഞ്ചലോ. യു ആർ ഫ്രം അർജന്റീന? Yes. Sí. How is Argentina? Fine. Muy bonito. Muy bonito, muy lindo. Okay. Muy bonito, muy lindo. muy lindo എന്ന് പറഞ്ഞാൽ ഒരുപാട്, ലിൻഡോ എന്ന് പറഞ്ഞാലും ബൊണീറ്റോ എന്ന് പറഞ്ഞാലും ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. അവൻ ഇവിടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 month പെറുവിലുണ്ടാവും. 1 month in Peru. 1 month. Explore. Sí. Todo por acá. Sí, full. അത് പിന്നെ അവൻ ബ്രസീലിൽ ട്രാവൽ ചെയ്തു. പിന്നെ ചിലെ, then where? Ecuador, Colombia. Which one you like most? Brasil. Brazil? ¿Qué? Why? ¿Por qué? La fiesta y la noche. La noche, the night in Brazil. Oh, night life? Yes. Oh, okay. അവന് ബ്രസീലാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. കുറേ പേര്. Y las playas. Oh, playa. Playas, beach. ബീച്ച്, playa. പ്ലായ എന്ന് പറഞ്ഞാൽ ബീച്ചാണ്. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. Aquí mucho frío. Sí, mucho frío. Mucho frío, mucho viento. Como en Argentina. ¿Qué? Como en Argentina, in my country. Yeah, I'll come. I don't have the visa, that's a problem. I can pay $400. Yeah, then I can
get the visa. But $400 is very expensive for me. So maybe I'll go to India. I'll take visa, like a stamp visa. It's just free. How much for visa? No, it's free. If I take it from India, it's free. Here? But if I'm here, no, online. I can take only online. Online $400. It's mucho caro. So very expensive. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഇയർ മേ ബി ഐ വിൽ കം ബാക്ക്. അടുത്ത വർഷമെല്ലാം നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിലെല്ലാം എംബസിയിൽ പോയിട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. Then I will come to next year Argentina. Okay. I'll come back. Yeah. Esperar en Córdoba. Huh? I waiting in Córdoba. Okay. Thank you. അവൻ കൊർദോവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത് അർജന്റീനയിൽ. അവിടെ വെയിറ്റ് ചെയ്യാൻ കാണാമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവൻ പുറത്തേക്ക് നടക്കാൻ വേണ്ടി എന്നെ വിളിച്ച്. അപ്പം നടക്കാൻ വരാൻ പറഞ്ഞു. അപ്പം എനിക്കെന്തായാലും പുറത്തെ ഫുഡ് ഇന്നലത്തോടു കൂടി മതിയായി. പാസ്പോർട്ടെല്ലാം പോയി കൊടുത്ത് സീനായതുകൊണ്ട് ഞാനപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുക്ക് ചെയ്യാമെന്ന്. അപ്പം എന്തെങ്കിലും പോയിട്ട് മേടിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ഹോസ്റ്റലിൽ കുക്ക് ചെയ്യുക, അങ്ങനെ കഴിക്കാനാണ് വിചാരിക്കുന്നത്. തിരിച്ച് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കാം. എൻ്റെ ഹെൽത്തെല്ലാം വീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. സുച്ചീനി മേടിച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു ബ്രോക്കോളി മേടിച്ചിട്ടുണ്ട്, ഒരു മഷ്റൂം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സോട്ടഡ് വെജിറ്റബിൾസും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഗ്രില്ലും പിന്നെ ഞാൻ എക്സ്ട്രാ ബ്രെഡും മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ട് എടുക്കുകയാണ്, ലൈക്ക് പേയ്മെൻ്റ് എല്ലാം അങ്ങനെ. അപ്പോൾ എന്നാലും ഇന്നലെ എൻ്റെ വെറുതെ കുറേ പൈസ കൊണ്ട് കളഞ്ഞ പകരം ഇന്നലെ കുക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്നലെ കുക്ക് ചെയ്യാൻ എനിക്കൊരു മൂഡും ഉണ്ടായില്ല ഒറ്റയ്ക്കായതുകൊണ്ട്. ഇന്നിപ്പോൾ അവനുള്ളതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെ അതാ ചിക്കനിൽ പെപ്പർ ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തോ ഒരു സ്പൈസി സാധനം കൂടെ ഇട്ടിട്ടുണ്ട്. സ്പൈസി അല്ലാത്ത ഒരു കളറുള്ള ഒരു റെഡ് സാധനം അതിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച രീതി വേറെയായിരുന്നു, പക്ഷെ അവനാണ് ഈ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ അവൻ ഷെഫാണ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അവൻ ഷെഫിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് നീ കുക്ക് ചെയ്തോന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പോൾ അവനാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടത്. ഞാൻ ബ്രോക്കോളി എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സുച്ചിനി മഷ്റൂംസ് എല്ലാം ഞാൻ അവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് സോട്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. ഇവിടെ അതാ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇത് അവന് കഴിക്കാനുള്ളത്, ഇത് എനിക്ക് കഴിക്കാനുള്ളത് സെറ്റായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. കഴിക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഹൗസ് ദാറ്റ്? ഗുഡ്. ഓക്കെ. You like? Yeah, it's good. ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. ഇതിലങ്ങനെ ജസ്റ്റ് പെപ്പർ ഇട്ടിട്ടുള്ളൂ, പക്ഷെ എന്നാലും അവനത് സ്പൈസി ആയിട്ട് തോന്നുന്നു. യു ഫീൽ ഇറ്റ് സ്പൈസി? No. No? Está bien. Tiene poquito Okay. mucho de pimienta, pero Okay. കുറച്ച് കൂടുതലായിട്ട് അവനെ ഫീൽ ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഞാനിത് ഈ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ടക്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, സൗത്ത് പെറു ആണ്. അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് ബസ്സിലാണ് പോകുന്നത്. ബസ് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ബസ്സിന് ഏകദേശം ഒരു 3000 സംതിങ് പൈസ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് 24 hours ഉണ്ട്, 23 or 24 hours ഉണ്ട്. ഞാൻ കുറേ ഫുഡെല്ലാം മേടിച്ചിട്ടുണ്ട്. ബ്രെഡ്, ട്യൂണ, അങ്ങനെ കുറേ ഇതെല്ലാം ടിണ്ട്, ക്യാൻഡ് ട്യൂണയും അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ ഈ ബാഗ് ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണുള്ളത്. ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ആ ഒരു ബസ് ടെർമിനൽ എത്തണം. അവിടുന്ന് എനിക്ക് 1:30ക്കാണ് ബസ്. ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. ഞാനിവിടുന്ന് അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. അവിടുന്ന് ഞാൻ ബസ്സിൽ കയറിയിട്ട് ടാക്സി എടുത്തു. ജസ്റ്റ് 1 kilometer ഉള്ളൂ. പക്ഷെ ഞാൻ ലേറ്റായി. ഇനി അവിടെ എത്തിയിട്ട് ബസ് കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ടാക്സി എടുത്തത്. ജസ്റ്റ് 1 kilometer തന്നെ 170 rupees ആയി. ശരിക്കും നടക്കാനുള്ളേ ഉള്ളൂ. ടൈം 1 മണി ആയിട്ടുള്ളൂ. 1:30ക്കാണ് ബസ്. പക്ഷെ എന്നാലും നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും പണി ആയാൽ അവിടെ എത്തി കറക്റ്റ് ടൈമിൽ എത്തിയിട്ട് തപ്പാൻ ബുദ്ധിമുട്ടായിരിക്കും ബസ്. കാരണം ഞാൻ അത്രയും പൈസ കൊടുത്ത് ഞാൻ ബസ് എടുത്തതല്ലേ. സോ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ടാക്സി എടുത്തിട്ട് ഇപ്പോൾ പോകുന്നത്. ഞാനിതാ ബസ് ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഒരു 2 സോള് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തോ ഒരു ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിയപ്പോൾ ഒരു 10 minute വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.
അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ബസ് വരുള്ളൂ പറഞ്ഞു. ട്രാഫിക്കിനനുസരിച്ച് ടൈം കൂടും കുറയൊക്കെ ചെയ്യും. ഞാനൊരു ബർഗർ വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് എന്തായാലും വരാൻ ടൈം എടുക്കും. ഞാനിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന പോലെ ഉണ്ട്. നമുക്ക് നല്ല അടിപൊളി സീറ്റ്, നല്ല കംഫർട്ട് ഉണ്ട്. കാലൊക്കെ വെക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഞാൻ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ എൻ്റെ അത് C ആണ്. ഇത് C അല്ല. ആരുന്നേലും മേടിക്കേണ്ടി വരും. നല്ല ചാരി ഇരുന്ന് അടിപൊളിയായിട്ട് പോവാം. 24 hours ഉണ്ട് പോവാനായിട്ട്. ഇവിടുത്തെ വെതർ കണ്ടില്ല, ഭയങ്കര ഡിപ്രസിങ് വെതറാണ്. ലൈക്ക് ഒരു ദുബായൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദുബായും അങ്ങനെ ഭയങ്കര ദുബായിൽ തണുപ്പുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം പോലെ. നമുക്ക് ഫുൾ ഇങ്ങനത്തെ കളറ് തന്നെ, ഒരു മണ്ണിൻ്റെ കളറ് അങ്ങനത്തെ. അപ്പുറമൊക്കെ ഭയങ്കര മൗണ്ടെയ്ൻസ് ഒക്കെയാണ് കാണുന്നത്. ആ മൗണ്ടെയ്ൻസിനൊക്കെയും ഒരുമാതിരി എല്ലാത്തിനും ഒരൊറ്റ കളറ്, ഗ്രേ കളറാണ്. ബിൽഡിങ്സിനും മണ്ണിനും സ്കൈയും എല്ലാത്തിനും ഒരേ കളറ്. പക്ഷെ അടിപൊളിയാണ്. ബസ്സിൽ ഫുള്ള് കണ്ടോ, ഇതെല്ലാം ഫുൾ കാഴ്ചകൾ കണ്ടിട്ട് പോവാം. ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ലാവിഷായിട്ട് കിടന്നുറങ്ങി അടിപൊളിയായിട്ട്. ഇത് കണ്ടോ, പോകുന്ന വഴിക്കെല്ലാം കാണുന്നത് ഡെസേർട്ടായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. നമുക്ക് ഫുള്ളിങ്ങനെ ഡെസേർട്ട് കിടക്കുന്നു. ഇവിടെ എല്ലാം വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടുണ്ടല്ലോ. ഇതെവിടെയാണ്? അത് രാജ്യം മാറിയോ? ഞാൻ വിചാരിച്ച പെറു ഇങ്ങനെയല്ല. നോക്കിയേ, ഫുള്ള് അങ്ങനെ തന്നെ സാൻഡ് ഡ്യൂൺസ് ആണ് കാണുന്നത്. വലിയ വലിയ സാൻഡ് ഡ്യൂൺസ് കണ്ടോ. ഇവിടെ കാറിലും പോവോ, നടന്നു പോവോ, വണ്ടിയിൽ പോവോ, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ബേസ് ലാ തിസ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ബേസ് ലാ തിസ. നോക്ക്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പായി പോകും കണ്ടോ. ഇവിടെ ഇടയ്ക്ക് എനിക്ക് തോന്നും ദുബായ് ആണ്, ഇടയ്ക്ക് തോന്നും ലഡാക്കാണെന്ന്, ഇടയ്ക്ക് തോന്നും വേറെ ഏതോ രാജ്യം പോലെ, നമീബിയ ആണെന്ന് തോന്നും. അങ്ങനെ ഞാൻ പോയിട്ടുള്ള ഓരോ രാജ്യങ്ങളിലും മിക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ വില്ലേജൊക്കെ നോക്കി കണ്ട, അവിടെ ഇങ്ങനെ ഒരേ കളറ് എന്തോ പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ നീ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താണെന്നറിയില്ല, ഓരോ ഏരിയയിലും ഓരോ ലാൻഡ്സ്കേപ്പാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള. നമ്മളെ ഇന്ത്യയിലെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പോലെയല്ലേ. രാജസ്ഥാനിലും ഹിമാചലിലും കേരളത്തിലും മുംബൈയിലും എല്ലാം വേറെ വേറെ ഇല്ല. അതുപോലെ തന്നെ ഇവിടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണും. നല്ല തണുപ്പുണ്ട്. അവിടെ കണ്ടോ കോടെല്ലാം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. 24 മണിക്കൂർ ഇരിക്കണം ബസ്സിൽ. ബസ് അത്യാവശ്യം നല്ല കംഫർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും 24 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഇതായി. നമുക്ക് ആ ഒരു സാൻഡ് ഡ്യൂൺസ് ഇങ്ങനെയുള്ള അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീടെല്ലാം ഉള്ളത്. ചെരിഞ്ഞെല്ലാം വീടെല്ലാം നിൽക്കുന്നുണ്ട്. നോക്ക്, ആ ഒരു വില്ലേജിലേക്കെല്ലാം പോകാൻ വേണ്ടി തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പൊ കാണുന്ന ലാൻഡ്സ്കേപ്പ് എന്താ അറിയോ, കുറേ കടൽ കാണും. ആ കടലിന്റെ സൈഡിൽ കൂടെ പോകുന്നു. ആ കാണുന്ന ഇത് മൊത്തം കടലാണ്. കണ്ടില്ലേ, ബ്ലൂ കളറിലെ കടല്. നോക്ക് കണ്ടോ. പക്ഷെ കടലിന്റെ അപ്പുറം എല്ലാം കാണുന്നത് കുറേ സാൻഡ് ഡ്യൂൺസ് ആണ്. നമീബിയ ഒക്കെ പോലെയാണ് എനിക്ക്. നോക്ക്, സാൻഡ് ഡ്യൂൺസ് ആണ് ഫുള്ള്. മറ്റേ സിനിമയിലെ ദാസനും വിജയനും പറയുന്ന പോലെ, അയ്യോ ഇത് ഞാൻ വിചാരിച്ച സ്ഥലമല്ല, ചെന്നൈയിലെത്തിയിട്ട് ദുബായിലെത്തിയ പോലെയാണ് ഞാനിപ്പോൾ. പെറുവിലാണോ ഞാൻ എത്തിയത്, വേറെ രാജ്യത്താണ് എത്തിയത്. എനിക്കറിയാം ഡെസേർട്ടുള്ള ഏരിയാസ് ഉണ്ട്, പക്ഷെ ഇത്ര അധികം ഉണ്ട് എന്നറിയില്ലായിരുന്നു. ലിമയെന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് ബിൽഡിങ്സ് കഴിഞ്ഞതാണ്. അതേ പിന്നെ ഈ ഒരൊറ്റ ഫ്രെയിമാണ് കാണുന്നത്. ഒരേപോലെ കുറേ നേരം ഇത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലയിൽ തന്നെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ ഡെസേർട്ടുകൾ കാണാം. ഞാൻ ചിലയിലേക്കാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കുറേ കാണാം. പിന്നെ കടലും കാണുന്നുണ്ട് കേട്ടോ. ആ വൈറ്റ് മൊത്തം കടലാ, കാണുന്നുണ്ടോയെന്നറിയില്ല. അതേ കണ്ടോ, തിരമാല അടിക്കുമ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. എല്ലാം ഒറ്റ ഒരു മങ്ങിയ ബ്ലറായിട്ടുള്ളൊരു കളറിലാണ് ഉള്ളത് കണ്ടോ. ഒരു മടി പിടിപ്പിക്കുന്ന ഡിപ്രസിങ് ക്ലൈമറ്റ് തന്നെയാണ്. വെതർ ഞാനിതവിടെ ബ്രെഡും ടൂണയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ബസ്സിൽ. ഇപ്പോൾ വക്കച്ചീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. കുറേ അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഓട്ടോറിക്ഷ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വൈകിട്ടൊരു 6 മണിയെല്ലാം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ വെതർ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങി ഞാൻ, പക്ഷെ തണുപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് തണുപ്പ് കാരണം ഞാൻ പുതപ്പെല്ലാം എടുത്തിട്ട് ഉള്ളിൽ വെച്ച്. ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ AC ഭയങ്കര തണുപ്പാണ്. പുറത്തെ വെതറും ഉള്ളിലത്തെ ACയും കൂടി ആയിട്ട് തണുപ്പ് കൂടിയിട്ട് ഞാൻ പുതപ്പെല്ലാം എടുത്തത്. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ കാണുന്നത് ഇതാണ്. കുറച്ച് നേരമായി എണീച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഈ ഒരേ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നറിയാൻ
ഞാൻ ഇന്നലെ ബസ്സിൽ കയറിയ ടൈം തൊട്ടിട്ട് ഈ ടൈം വരെ ഈ ലാൻഡ്സ്കേപ്പിന് ഒരു മാറ്റമില്ല. പെറുവിൻ്റെ ഒരു സൈഡ് മൊത്തം ഈ ഒരു സെയിം ലാൻഡ്സ്കേപ്പാണ്. പോകുന്ന വഴി തന്നെ ഭയങ്കര രസമാണ് ആക്ച്വലി. ആദ്യമൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക വൈബുണ്ട് പോകുന്ന റോഡിനും വഴികൾക്കെല്ലാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സാൻഡ് ഡ്യൂൺസ് ആണ്, പക്ഷെ ഈ സാൻഡ് ഡ്യൂൺസിന് തന്നെ കുറച്ചിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അതുവഴിയുള്ള റോഡ് കാണുന്നുണ്ടല്ലോ, ആ റോഡ് വഴി ആൾക്കാർ എങ്ങോട്ട് പോകുന്ന വഴിയാണത്. ഞാനിപ്പോൾ ബസ്സിൽ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ല ടാറിട്ട നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ്, അതിലൂടെയാണ് പോകുന്നത്. ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. എനിക്ക് തോന്നി ഇനിയൊരു മാക്സിമം 2 hours ഒക്കെ എടുക്കുള്ളൂ, അപ്പോഴേക്കും എത്തും. ഈ പെറുവിൽ എല്ലാ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സും ഉണ്ട്. ഈ സൈഡ് ഇങ്ങനത്തെ സാൻഡ് ഡ്യൂൺസ് വരുന്ന ഏരിയ, ഡെസേർട്ട് ഏരിയ ഉണ്ടല്ലോ, ഡെസേർട്ട് ഏരിയ ഫുള്ള് ഞാൻ കവർ ചെയ്തു. കാരണം ഏകദേശം ഒരു 2000 കിലോമീറ്റർ അടുത്ത്, അല്ലെ 1500, എക്സാക്റ്റായിട്ട് അറിയില്ല, ആ 1500 കിലോമീറ്ററിൻ്റെ അത്രയും ബസ്സിൽ ഞാൻ 24 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി വേറെ സൈഡിലെല്ലാം കുറച്ച് ഇനി എന്താ പറയുക, നല്ല ഗ്രീനറി ആയിരിക്കാൻ ചാൻസ്. ഇത് നോക്ക്, അവിടെ ആ ഒരു ടവർ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇതാണ് കാണുന്നത്, എന്താ പറയുക, ബീച്ചാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തിക്കഴിയുമ്പോൾ ഞാനിനി ചിലയിൽ എൻട്രി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചിലയിൽ എൻട്രി ചെയ്താൽ ഇതേ ലാൻഡ്സ്കേപ്പാന്ന് തോന്നുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഒന്നും വില്ലേജ് ഒന്നുമില്ലേ, ആൾതാമസമോ ഒന്നുമില്ല. ഒരു 150 കിലോമീറ്ററോളം ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു ചെറിയ ടൗണെല്ലാം കാണുന്നത്, അല്ലാതെ ഫുൾ മരുഭൂമി മാത്രമാണ്. ഞാനിതാ പെറുവിലുള്ള ടാക്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബസ് ടെർമിനലിലാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. സോ ഇവിടുന്ന് ഞാനിനി ഹിച്ചൈക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അത്യാവശ്യം നല്ല വലിയ റോഡുകളാണ് ഉള്ളത്, പിന്നെ ഭയങ്കര ഡെസേർട്ട് ഏരിയ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്താലാണല്ലോ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചിലയിലേക്കാണ് പോകുന്നത്. ചിലയിലേക്ക് ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്യാൻ ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ എല്ലാം ഉണ്ട്. ഞാനപ്പോൾ പുറത്തേക്കുള്ള വഴി മാപ്പിൽ നോക്കിയിട്ട് വേണം പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാൻ. ഇവിടെ ഒരു ഹമ്പ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഹിച്ചൈക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഫുള്ള് മറ്റേ ഇതാണ്, ടാക്സിയാണ് ഫുള്ള് കാണുന്നത്. കണ്ടോ, ഇതെല്ലാം ടാക്സിയാണ്. വരുന്ന കാറാണെങ്കിലും വേറെ എന്താണെങ്കിലും വണ്ടികളെല്ലാം ടാക്സിയാണ് വരുന്നത്. പിന്നെ പോലീസിന് വണ്ടി വരുന്നുണ്ട്, പോലീസിന് വണ്ടിയാണെങ്കിലും കൈ കാണിക്കാം, ഒരു ഹെൽപ്പ് ലിഫ്റ്റ് തരലുണ്ട്. ഇല്ല, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലീസുകാർ നിർത്തിയിട്ട് എന്താ ഏതാ എവിടെ പോവാ അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ നാട്ടിലുള്ള ആണെങ്കിലും ആരാണെങ്കിലും ഓലാ തരുന്നില്ല കേട്ടോ. ആകെ 1-2 വണ്ടി പോയിട്ടുള്ളതിന്. ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഹിച്ചൈക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മൊത്തം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 hours അത് മാത്രം ഉണ്ടാവും. കാരണം അത് അത്രയും ടൈം എടുക്കുന്നുണ്ടാവും, ലൈക്ക് അത്രയും ടൈം എടുത്തിട്ടായിരിക്കും എനിക്കൊരു വണ്ടി കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഞാനത് വീഡിയോയിൽ ജസ്റ്റ് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞിട്ടല്ലേ കാണിക്കുക, അതാണ് ഡിഫറൻസ്. ബസ്സെല്ലാം പോകുന്നുണ്ട്. ബസ്സിൽ ഇരുന്നിരുന്ന് എനിക്ക് മതിയായി, ഇനി കുറച്ച് ലിഫ്റ്റ് അടിക്കാം. ഞാൻ ഇന്നലെ കയറിയിരുന്നത് 24 hours ബസ്സിൽ ഇരുന്നിരുന്ന് അത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ലാൻഡ്സ്കേപ്പ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഇത് ഒറ്റ കളറ് കണ്ണെല്ലാം ഇതായിപ്പോയി. എനിക്കാണെങ്കിൽ കുറേ നേരം ഒരേപോലത്തെ പച്ചപ്പില്ലേ, ഗ്രീനറി എത്ര കണ്ടാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഈ മരുഭൂമി കുറച്ച് കണ്ടു കഴിയുമ്പോഴേ എനിക്ക് മതിയാവും. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണിത്, ബൈക്കിൽ പോകുന്ന ഓരോ കോലം കാണണം ഒറ്റത്തെ ഓല. നിർത്ത് ആൾ നിർത്തും. ഇല്ലവേ, നിർത്തിയില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ചിലരെ കാണുന്ന സമയത്ത് ഇവർ നിർത്തും തോന്നും. ചിലപ്പോൾ അത് റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല. ചിലതെല്ലാം ടാക്സിയാണോ മനസ്സിലാവുന്നില്ല, ഏതാ ടാക്സി അല്ലാത്തതെന്നുള്ളത്. മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു പഴയ കാറുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും ലൈക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരിത്. നോക്കി പോകുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. എത്ര നേരം നിൽക്കുക? ഇപ്പം സമയം എന്താ പറയുക, 12:28. എത്ര ടൈം നിൽക്കേണ്ടി വരുന്നു നോക്കാം. കേട്ടോ 12:28. വണ്ടി കിട്ടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എപ്പോഴാണ് എനിക്ക് വണ്ടി കിട്ടിയെന്നുള്ളത്. അപ്പം അറിയാം. ഒരു 10 മിനിറ്റ്സ് ആയിട്ട് ഞാനിവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുകയാണ്. എനിക്ക് ലിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി നടന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ജസ്റ്റ് കുറച്ച് ദൂരം ഈ ഒരു റോഡുള്ളൂ. ഈ റോഡ് കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് കയറും. അപ്പം മേ ബി ട്രക്കോ എന്തെങ്കിലുമൊക്കെ നിർത്താനുള്ള ചാൻസ് ഉണ്ട്. നടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് കുറേ ആയെന്ന് തോന്നുന്നു. ലൈക്ക് കൊളംബിയയിൽ ആ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്ത്. ബാക്കി കൊളംബിയയിലാണെങ്കിലും ഞാൻ എല്ലാവിടെയും ഫുള്ള് എനിക്കൊന്ന് ആ ഒരു ലോങ് ട്രക്കിലെല്ലാം പോയി. അതിനു മുന്നേ കുറേ ബസ് എടുത്തു, 2-3 ഫ്ലൈറ്റ് എടുത്തു, കുറേ ബോട്ടിൽ ഇഷ്ടം പോലെ പോയത്. കുറേ 4 ദിവസം അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ബോട്ടിൽ തന്നെയായിരുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു സൂപ്പ് കുടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഒരു സൂപ്പ് കൊടുക്കുന്നത് അത് കോംപ്ലിമെൻ്ററി ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഫുഡിന് എന്താ വില എന്നറിയില്ല. ചോദിച്ചപ്പോൾ എത്രയോ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഫുഡ് ഇതാണ്, റൈസ് പറഞ്ഞു. റൈസും ഫിഷുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫിഷ് എങ്ങനെയാണ് കൊണ്ടുവരിക, ഫ്രൈ ആണോ എങ്ങനെ, എന്താ ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും ചാർജ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഫോൺ ചാർജിലിട്ടിട്ടുണ്ട്. ഫോൺ ഓഫ് ആവാനായി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പവർ ബാങ്കും ചാർജ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് എന്ത് സൂപ്പാണെന്നറിയില്ല. എന്തോ ഒരു സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. പിടിച്ചു പോകട്ടെ കേട്ടോ. ഇതിലിട്ടേക്കുന്ന എന്തോ കോണോ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. പൊട്ടാറ്റോയും പല ടൈപ്പ് വെജിറ്റബിൾസും. ഈ തണുപ്പത്ത് സൂപ്പ് കുടിക്കുമ്പോൾ അടിപൊളി, വാമാവും ബോഡിയെല്ലാം. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. റൈസും ഫിഷാണിത്. ഫിഷ് ഫ്രൈയും പിന്നെ പാസ്തയും പൊട്ടാറ്റോയും ജസ്റ്റ് ഒരു സാലഡും ഇതാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, കഴിച്ചോട്ടെ. പാസ്തയ്ക്കല്ല ഒരു ഫിഷിൻ്റെ ടേസ്റ്റാണ്. അതെന്ത് ഫിഷാണോ എന്തോ. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡിന് 10 സോളേ ആയുള്ളൂ. ഞാൻ വിചാരിച്ചില്ല 10 സോള ആകുമോ എന്നുള്ളത്. 10 സോള എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊരു 270 ഇന്ത്യൻ റുപ്പി അത്രേ ആയുള്ളൂ. സാധാരണ അത്രയല്ല ആവുക. ഇപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നേ. ഇപ്പോൾ ഇവിടെ വെയിലുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ നല്ല സുഖം. കൈയെല്ലാം ഇങ്ങനെ ഐസായ പോലെ ഇരിക്കുന്നുണ്ടായി. ഞാനിതാ ഒരു 500 മീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. പാൻ അമേരിക്കൻ ഹൈവേ എന്ന് പറയും. അങ്ങനെ ആ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമോ, ലിഫ്റ്റ് കിട്ടുമോ എന്നറിയില്ല. ഇനി ലിഫ്റ്റ് എങ്ങാനും കുറച്ച് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബസ്സെല്ലാം എടുത്തിട്ട് പോവാം. ഞാൻ പെറുവിൽ ബീറ്റലിൻ്റെ സിം എടുത്തില്ലായിരുന്നോ, 1500 രൂപയ്ക്ക് അൺലിമിറ്റഡ് 1 മന്ത് എന്ന് പറഞ്ഞേ. പക്ഷെ അത് പറ്റിപ്പായിരുന്നു. അതായത് അൺലിമിറ്റഡ് എന്ന് പറയുന്നത് നോർമൽ വാട്സപ്പ് ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ വീഡിയോ ഇടാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഹൈ സ്പീഡ് ഡാറ്റ പറ്റില്ല. അതാണ് നോർമൽ ഡാറ്റ മാത്രം പറ്റുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും റീചാർജ് ചെയ്യണം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ചില കയറിയിട്ട് അവിടെ നിന്ന് സിം എടുക്കണം. GCC കൺട്രി പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കൂടുതലും കുറേ ടാക്സിയും പിന്നെ ചെറിയ ചെറിയ പാർക്കും പോകുന്ന വഴിയിലെല്ലാം പിന്നെ കുറേ പാം ട്രീസും കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു ഫീലുണ്ട്. പിന്നെ ഉച്ച ടൈമിലൊന്നും അധികം പുറത്ത് ആൾക്കാരെ കാണുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. ലൈക്ക് ചില ടൈമിൽ സമ്മറിലെല്ലാം ഭയങ്കര ചൂടായിട്ടുണ്ടാവും. കുറേ നേരമായിട്ട് ഞാൻ ഇതുവഴി തന്നെ നടന്ന് എനിക്ക് ലിഫ്റ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇനി ബസ്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ട് അവിടെ. ഒരു പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ബോർഡറിലേക്ക് ഉണ്ടാവും. പക്ഷെ കുറേ ടാക്സിയെ കാണുന്നു. അതുകൊണ്ടാകെ സംശയമായത് വണ്ടി ഉണ്ടാവോ ഇല്ലേന്നല്ല ഉള്ളത്. അവിടെ ഒരു പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്. ആളോട് ചോദിച്ചു നോക്കാം ട്രാൻസ്ലേറ്റിൽ. ഡിസ്കുൾപ്പേ അല്ല നോ. ആളത് വായിക്കുക പോലും ചെയ്തില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെന്തോ കുറച്ച് എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.
ആർക്കൊരു ഇതില്ല, ഫുൾ ബിസി. ഇപ്പം ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നോ ചിരിക്കുന്നൊന്നുമില്ല. മരുഭൂമി പോലെ തന്നെ ആൾക്കാരുടെ മനസ്സും. ഇവിടെ ഒരു ചേച്ചി കേക്കെല്ലാം വിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കേക്ക് മേടിച്ച് കഴിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ച് ബസ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അവർ പറയുന്നത് തിരിച്ച് ഞാൻ നടന്ന വഴി മൊത്തം തിരിച്ച് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ടെർമിനലിൽ നിന്നേ ഉള്ളൂ. ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ടെർമിനലിലേക്ക് പോകാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടൂല എന്ന് പറയുന്നത്. പക്ഷേ ഇതുവഴിയല്ലേ പോവാ, അതാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു സി ബൂസ് ayaa Acá sí, vas a acá agarrar un bus. espera Esperar, sí. sí Te va a llevar hasta la frontera. Ay, sí. okay യൂട്യൂബറാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ബസ് വരും, ഇവിടെ നിർത്തും, വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറേ നേരം അവിടെ ബസ് വരുമോയെന്നെല്ലാം നോക്കിയിട്ടിരുന്നു. പക്ഷേ ജ്യോതി വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ബസ്സും വന്നില്ല. സോ ഞാൻ നടക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ, ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടിയെങ്കിലും കിട്ടാതിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഓ, ഞാൻ വിചാരിച്ച ആ ചേട്ടൻ എനിക്ക് വേണ്ടി നിർത്തി തന്നാ ബൈക്കിലുള്ള ആൾ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഒരു ബസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട്. അവർ എൻ്റെ പാസ്പോർട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അരീക്കാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ചെറിയ ടൗൺ ഉണ്ട്, ആ ടൗണിലേക്കാണ് ബസ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം തന്നെ പെട്ടെന്ന് സ്റ്റാമ്പ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. US വിസ ഉള്ളവർക്ക് ചിലയിൽ ഓണറബിൾ വിസയാണ്. ഇതിന് 25 ഇതാണ് വരുന്നത്, എന്തായാലും പറയാം സോൾസ് ആണ് വരുന്നത്. അത് എവിടെ വരെയെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടാണ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അവർ ബാലൻസ് തരാനുണ്ട്. ഞാൻ 50 കൊടുത്തിട്ടുള്ളത്. നല്ല വെയിലെല്ലാം ഉണ്ട്. വെയിലെല്ലാം കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം. തണുപ്പത്ത് വെയിലടിക്കുമ്പോൾ അടിപൊളി ഫീലാണ്. ഞാൻ പൊക്കോണ്ടിരിക്കുക, എൻ്റെ നടുവെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായി. കുറേ കിലോമീറ്റർ നടന്ന്, ഏകദേശം ഒരു 8 കിലോമീറ്റർ ഞാനിന്ന് നടന്ന് വയ്യാണ്ടായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു. വണ്ടി കിട്ടിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്, ബസ് കിട്ടിയപ്പോൾ. എന്തായാലും ഞാൻ ചിലയിൽ അധികം ദിവസം നിൽക്കില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ചില. അവിടെ തന്നെ ഞാൻ ബൊലീവിയയ്ക്ക് മൂവ് ചെയ്യും. സോ ഇപ്പോഴാണ് നോക്കിയത്. ഞാനാണെങ്കിൽ ബക്കറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത്, കാരണം ഓൾറെഡി വണ്ടിയിലെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ബക്കറ്റിൽ കയറിയിട്ടായിരിക്കുന്നത്. അവരെന്നെ എനിക്ക് ബക്കറ്റ് എടുത്തത്. ഞാനിതാ ചിലയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ചിലെ. എനിക്ക് 3 മാസത്തെ വിസയാണ് കിട്ടിയിട്ടുള്ളത്. 90 days ആണ്. ഭയങ്കര ഈസി ആയിരുന്നു. അവരൊന്നും ചോദിച്ചില്ല എവിടെ സ്റ്റേ ചെയ്യുന്നതെന്നോ എവിടേക്കാണ് പോണേന്നോ ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് അപ്പം തന്നെ എൻ്റെ അടുത്ത് നമസ്തേ എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നാണെന്ന് പാസ്പോർട്ട് കണ്ടപ്പോൾ. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഒരു ഇഷ്യൂസും ഉണ്ടായില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മൈസൂരുള്ള ചാമുണ്ടി ഹിൽസിൽ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ഒക്കെ ഇല്ല, അതുപോലെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അങ്ങ് ദൂരെ കാണുന്നത്. തൊട്ടപ്പുറയാണ്, ഒരുപാട് ദൂരമല്ല, ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഈ ബസ്സിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നത്. ഈ ബസ്സിൽ ആ ഒരു ടൗൺ വരെയുള്ള ഇതുണ്ട്. ഞാനൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്, കാരണം നല്ല തണുപ്പാണ്. ഈ ഒരു തണുപ്പിൽ എനിക്ക് വേറെ എവിടെയും സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇത് നോക്ക്, ശരിക്കും ഡെസേർട്ടാണ്, ഒരു മനുഷ്യന്മാരുമില്ല. ആ ടൗൺ ഉണ്ടെങ്കിൽ ആ ടൗണിൽ മാത്രം, പിന്നെ കുറേ ഹൈവേ, ഫുള്ള് ഡെസേർട്ട്, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. നോക്ക്, ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ സിം എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് വൈഫൈ പൈസ കൊടുത്തിട്ട് സോൾസ് കൊടുത്തിട്ട് മേടിച്ചു വൈഫൈ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓഫ്ലൈൻ മാപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തു. ഇവിടുന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് നടന്നു പോവാണ്. ഞാൻ ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ടാക്സിയിൽ ഭയങ്കര പൈസ, അതായത് 25 സോള് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇത്രയും ദൂരം വന്ന് 50 കിലോമീറ്റർ, 50 ഒരു 40 കിലോമീറ്റർ ബസ്സിൽ വന്നതിന് അത്രേ ആയിട്ടുള്ളൂ. ഇവിടുന്ന് ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. 2 കിലോമീറ്റേഴ്സ് നടക്കാൻ അത്രയും പൈസ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കിലോമീറ്റേഴ്സ് നടക്കാമെന്ന് വെച്ചു. ഉടുക്കത്തെ തണുത്ത് വറക്കുന്നില്ല, തണുത്ത കാറ്റും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നടന്നൊന്നും പോകില്ല. എടുത്ത് എല്ലാവരും ഫോണും ക്യാമറ എല്ലാം സേഫായി വെക്കാൻ പറഞ്ഞ് ഞാൻ ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിലതാക്കുന്നത്. ഓഫ്ലൈൻ മാപ്പ് കറക്റ്റായിട്ട് കിട്ടൂല നമുക്ക് നടക്കുമ്പോൾ എസ്പെഷ്യലി. എന്നാലും ഞാൻ നോക്കിയിട്ട് നടന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹോസ്റ്റലിൽ ഒരു 1300 ഇന്ത്യൻ റുപ്പിയൊക്കെയാണ് വരുന്നത്. അത് പിന്നെയും കുഴപ്പമില്ല. ഭയങ്കര സൂപ്പർ എക്സ്പെൻസീവാണ് ചിലെ. ബാക്കിയുള്ള സൗത്ത് അമേരിക്കൻ കൺട്രി പോലുള്ള. അർജന്റീനയൊക്കെ എക്സ്പെൻസീവ് ആണ്, ബട്ട് ചിലെ മോർ. ഇതേ സ്ഥലം ഞാൻ ലിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഇങ്ങനെ നടുവിലൊരു റിവർ ഒഴുകുന്ന ഒരു സംഭവം. പുതിയ കൺട്രി ആയിട്ട് തന്നെ സെയിം ഭാഷയും സെയിം എല്ലാം ഒരുപോലെയല്ലേ. അതുകൊണ്ട് ഒരു ഡിഫറൻസ് ഒന്നും തോന്നുന്നേ ഇല്ല.
ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അവിടുന്ന് ഞാനിങ്ങനെ കുറേ നേരം നടന്ന് വന്നപ്പോൾ നല്ല രസമുള്ളൊരു പാർക്കിലെത്തിയിട്ടുണ്ട്. സെൻട്രൽ പാർക്കാന്ന് തോന്നുന്നത്. നമുക്ക് കൊള്ളാം, ഭയങ്കര സേഫാണ് രാത്രിയെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ആസ് എ ഗേൾ. അല്ലാതെ ഒരു ആണായാലും പെണ്ണായാലും ഇപ്പോൾ പിടിച്ചു പറിക്കുന്നതിൽ സേഫല്ല. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് ഓൾറെഡി പറഞ്ഞു സൂക്ഷിച്ച് നടക്കണം, എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. എനിക്കിപ്പോൾ എക്സ്പെൻസ് കൂടുന്നത് എന്താണെന്നറിയോ, ഞാൻ ഡെയിലി ഇപ്പോൾ ഹോസ്റ്റൽ എടുത്തിട്ടല്ലേ താമസിക്കുന്നത്. എത്ര ദിവസമായി ഞാൻ ഹോസ്റ്റൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ തണുത്ത വെതറാണ്, അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് ഒന്നുമില്ല. എൻ്റെ ഉള്ള സ്ലീപ്പിംഗ് ബാഗൊക്കെ ആണെങ്കിൽ വളരെ ചൂടിന് പറ്റിയതാണ്. ടെൻ്റാണെങ്കിലും ചൂടിന് പറ്റിയതാണ്. തണുപ്പിന് പറ്റിയ ഒന്നുമില്ല. ജാക്കറ്റ് പോലും ഇല്ല. ഇങ്ങനെ ഞാൻ നടന്ന് ബോഡി വാമാക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോൾ ശരിക്കും ചിലയെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഓഫ് സീസണാണ്, ഭയങ്കര തണുപ്പായതുകൊണ്ട്. ഞാനിത് എവിടെയാണ് ഹോസ്റ്റൽ എടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഹോസ്റ്റലാണ്. താഴെ എല്ലാം ആൾക്കാരുണ്ട്. ഈ 3 വീട്ടിലും ആൾ താമസമെങ്കിലും ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എല്ലാം താമസിച്ച ഹോസ്റ്റലിൽ ആൾ താമസം തന്നെ ഇല്ല, ആകെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഫുൾ കളർഫുൾ ആയിട്ടുള്ളത് ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോഴും ഇപ്പോൾ ഈ ബെഡ് 3 ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത്. അതോ ഇതോ അല്ലെങ്കിൽ ഇതോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. താഴത്തേലെല്ലാം ആൾക്കാരുള്ളതുകൊണ്ട് മുകളിലത്തേ ഉള്ളൂ. എനിക്ക് മുകളിൽ അധികം ഇഷ്ടമല്ല. നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ. ഞാനിവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് ഇതിപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടാണ്. യൂറി ബ്രസീലിലാണ് വീട്. ബ്രസീൽ. യൂറോപ്പ്. ഞാൻ പറയാണ് യൂറോപ്പ് പോലെയാണ്. കാരണം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ സൗത്ത് ബ്രസീലിന്റെ ആൾക്കാരുടെ കണ്ണ് ലൈക്ക് എന്താ പറയാ, പോർച്ചുഗീസ് എന്താ പറയാ, യൂറോപ്യൻസിന്റെ പോലെയാണ്. പിന്നെ ഹെയർ എല്ലാം ബ്ലോണ്ടാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തൊന്നും പോയിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. കഴിഞ്ഞ ദിവസം മേടിച്ച ബ്രെഡും കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച ട്യൂണയും ഇത് ഞാനൊരു സ്പൈസി സോസ് മേടിച്ചിട്ടുണ്ടായി. ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇന്നലെ ബസ്സിൽ നിന്നെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ എനിക്ക് വേറൊരു പുള്ളിക്കാരീനെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളിക്കാരി എനിക്ക് തന്നതാണ്. പിന്നെ റൈസ് ഉണ്ടായിരുന്നു, അതെനിക്ക് തന്ന് അത് കഴിച്ച് തീർത്ത് ഞങ്ങൾ സംസാരിച്ചിട്ട് ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടാറ്റോയും ലെക്ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഫ് ഐ ഗെറ്റ് ദ ബ്രസീൽ വിസ we'll travel together in Brazil. Okay? We go travel Brazil. Yeah. എന്നെപ്പോലെ തന്നെ ഹിച്ചൈക്കറാണ്, എന്നെപ്പോലെ തന്നെ തെണ്ടിത്തിരിയുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വോളണ്ടിയറിങ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കുറേ ടൈം എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടുന്നതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് നാളെ യൂട്യൂബ് അങ്ങനെ നിർത്തി എൻ്റെ ഒരു പൈസ ഇല്ലെങ്കിൽ ഞാനും എന്നെപ്പോലെ വളണ്ടിയറിങ് ചെയ്തിട്ട് പോകും. ഞാൻ മുന്നെല്ലാം വളണ്ടിയറിങ് പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. യു ആർ വളണ്ടിയറിങ് ഹിയർ ആൻഡ് ട്രാവൽ. I'm saying I'm volunteering this travel. Here, how many months? 2 months? 2 months. 2 months. Okay. Next month you are going to Brazil. To Brazil. Okay. You speak Portuguese, Sorry. Portuguese, Spanish, English. Try the English. No, it's good. It's good. So good. English അറിയില്ല എന്ന് പറയണേ, പക്ഷെ അത്യാവശ്യം എല്ലാം അറിയാം. You speak good. Thank you. ഫുഡെല്ലാം കഴിച്ച് ഇന്ന് ഈ ഒരു ഹോസ്റ്റലിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നല്ല ടയർഡ് ഉണ്ട് ഇന്ന്. പിന്നെ കുറേ എഡിറ്റൊക്കെ ചെയ്യാണ്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.